ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാവുകളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നാവിൽ വരുന്ന ചില മാറ്റങ്ങൾ നമ്മളെ ആരോഗ്യത്തിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ നൽകുന്നത് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും വേണ്ടത്ര ശ്രദ്ധ നമ്മൾ നൽകണം. നാവ് പല വിധത്തിലാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമർഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ഫസ്റ്റ് നമ്മളോട് നാവ് നീട്ടാൻ പറയുന്നത്. നാവ് നോക്കി ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നാവിലുണ്ടാവുന്ന ചെറിയ ചില മാറ്റങ്ങൾ പോലും പലപ്പോഴും അനാരോഗ്യം വെളിവാക്കുന്ന ലക്ഷണങ്ങളാണ് പ്രകടമാക്കുന്നത്. പല്ല് തേക്കുമ്പോൾ നാവ് വൃത്തിയാക്കുന്നവരാണ് നമ്മളിൽ പലരും. നാവിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും മാറ്റം കണ്ടാൽ അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നതിൻ്റെ സൂചനയാണ്. വിവിധ രസങ്ങൾ അറിയുന്നതിന് വേണ്ടി മാത്രമല്ല നാവ് ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളിൽ നിങ്ങളിൽ ഉണ്ടാവുമ്പോൾ അത് അറിയുന്നത് നാവിൻ്റെ മാറ്റങ്ങളിലൂടെ തന്നെയാണ്. എന്തൊക്കെയാണ് നാവിൻ്റെ ആരോഗ്യവും മാറ്റവും നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നാവിന് മുകളിലുള്ള ബ്രൗൺ നിറം, അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ നാവിന് വൃത്തിയില്ല എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇത് നിങ്ങളിൽ വായുനാറ്റം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല രസമുകളങ്ങളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും. പുകവലി പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ആരോഗ്യമുള്ള നാവ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നീടാണ് വിളർച്ച ബാധിച്ച നാവുകൾ. വിളർച്ച ബാധിച്ച നാവാണ് നിങ്ങളുടേതെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവാണ് എന്നതാണ് പറയുന്നത്. രക്തത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നത് കൊണ്ടാണ് പലപ്പോഴും നാവ് വിളർച്ച ബാധിച്ചതുപോലെയായി മാറുന്നത്. അതിനുള്ള പരിഹാരം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തെ തന്നെയാണ്. നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്നതും അയൺ കണ്ടൻറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതും ശ്രദ്ധിക്കുക. ഇത് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ചുവന്ന നിറം. ചുവന്ന നിറമുള്ള നാവാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ ബിയുടെ കുറവ് ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല പല വിധത്തിലുള്ള ന്യൂട്രിയൻസ് നിങ്ങൾക്ക് കുറവാണ് എന്നതാണ് ഇതിനർത്ഥം. അതിനുള്ള പരിഹാരം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായി മത്സ്യം, ഇരുമ്പ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, കറുവപ്പട്ട എന്നിവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അധിക പേർക്കുള്ളതാണ് വെളുത്ത നിറത്തിലുള്ള നാവ്. നാവിന് മുകളിൽ വെളുത്ത നിറം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് ഈസ്റ്റ് ഇൻഫെക്ഷൻ്റെ ഫലമായി ഉണ്ടാവുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. കുട്ടികളിൽ പലപ്പോഴും നമ്മളിത് കാണാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ കാണപ്പെടുന്നത് അധികം കുട്ടികളിൽ തന്നെ ആയിരിക്കും. രോഗപ്രതിരോധ ശേഷി നിങ്ങളിൽ കുറവാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. പ്രമേഹ ബാധിതരിലും ഇത്തരം മാറ്റങ്ങൾ നമ്മൾ കാണപ്പെടാറുണ്ട്. പിന്നെ ഒരു വല്ലാത്തൊരു അസഹ്യമായ ഒരു കാര്യമാണ് നാവിലെ വിള്ളൽ. നാവിൽ വിള്ളൽ ഉണ്ടാകുമ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കമാണ്. നിങ്ങളിൽ നിർജ്ജലീകരണം നടക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇത് പ്രത്യേകമായി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല പല്ലും നാവും വായും എല്ലാം നല്ലതുപോലെ വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. ഇത് ഇത്തരം പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നതാണ്. പിന്നെയാണ് ചുവന്ന കുരുകുരു പോലെയുള്ള നാവ്. നാവിന് മുകളിൽ ചുവന്ന കുരുപോലെ കാണപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ബയോഫ്ലവോനോയിഡുകൾ അഭാവമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. പരമാവധി വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണവും ധാരാളം കുടിക്കാൻ ശ്രമിക്കുക. കിവി, ബെറികൾ എന്നിവയെല്ലാം ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. പിന്നെ അടുത്തതാണ് വരണ്ട നാവ്. വരണ്ട നാവാണ് നിങ്ങളുടേതെങ്കിൽ ഇത് നിങ്ങളുടെ ഉമിനീർ ഗ്രന്ഥികൾക്ക് വീക്കം സംഭവിച്ചത് കൊണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. മാനസിക സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ഇതിന് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് യോഗയാണ്. കൂടാതെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആപ്പിൾ സൈഡർ വിനേഗർ, നാരങ്ങാനീര് എന്നിവ മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ്. ഇത് സ്ട്രെസ് ഇല്ലാതാക്കി ഉമിനീർ ഗ്രന്ഥികളുടെ വീക്കം കുറക്കാൻ സഹായിക്കും. പിന്നെ മറ്റൊന്നാണ് നാവിന് കീഴെ വെളുത്ത പാടുകൾ ഉണ്ടാവൽ. ചിലർക്ക് നാവിന് താഴെ വെളുത്ത പാടുകൾ ഉണ്ടാവാറുണ്ട്. ഇത് പലപ്പോഴും ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. നാവിലെ കോശങ്ങൾ അമിതമായി വളരുന്നതാണ് പലപ്പോഴും ഇതിന് പ്രധാന കാരണമാകുന്നത്. പിന്നെ ഇത് ക്യാൻസർ വരെ ആയി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പുകവലിക്കാരിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പുകവലിക്കുന്നവരിൽ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടാൽ അല്പം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. പിന്നെ നാവിലെ തടിപ്പ്. നാവിലെ തടിപ്പാണ് മറ്റൊരു പ്രശ്നം. നാവിലെ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. നിങ്ങളിൽ ക്യാൻസർ കോശങ്ങൾ വളരുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇത്തരം മാറ്റങ്ങളിൽ നാവിൽ കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ സമീപിക്കാൻ മടിക്കേണ്ടതില്ല. പിന്നെ നാവിന് ചൂടുണ്ടാവൽ. നാവിന് ചൂട് കൂടുതൽ തോന്നുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണ പോലെ നാവ് കാണപ്പെടുമെങ്കിലും നാവിന് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ലോകത്ത് 15% ആളുകളിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ്.
ചിലപ്പോൾ ടൂത്ത് പേസ്റ്റ് പോലെയുള്ള ഇവിടെ അലർജി ആവാം ഇതിന് കാരണം. പിന്നെ കുണ്ടും കുഴികളുള്ള നാവ്. നാവിന് മുകളിൽ കുണ്ടും കുഴികളും ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ രസമുകുളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു എന്നതാണ്. എന്നാൽ ഇതത്ര കാര്യമാക്കേണ്ട അവസ്ഥയല്ല. കാരണം പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും പഴയത് നശിക്കുമ്പോൾ. പിന്നെ നാവിൽ വേദനയും വ്രണവും ഉണ്ടാവൽ. നാവിൽ വേദനയും വ്രണവും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വായിൽ അൾസറാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ 5-6 ദിവസം കൊണ്ട് ഇത് ഇല്ലാണ്ടാവുന്നതാണ്. ഇത് പക്ഷേ യാതൊരു വിധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ നാവ് ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഞാൻ പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യവും പറയുമ്പോഴും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യമാക്കേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. പക്ഷേ ഇത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് ചിലത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായും അത് കാര്യമാക്കേണ്ടത് തന്നെയാണ്. അതിനുള്ള പ്രതിവിധി കാണേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.